ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. 2025 മാറിയ പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളും നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഉത്തരങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് 1 സഫറും കി ജുഗൽബന്ദി ആണ്. അതിൽ ആദ്യ ചാപ്റ്റർ ഗിഡ്കിയാണ്. ഗിഡ്കി എന്ന ചാപ്റ്ററിൻ്റെ മുഴുവൻ മലയാളം എക്സ്പ്ലനേഷൻ, മീനിങ്സ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടങ്ങിയ ക്ലാസ് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മളുടെ പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ആക്ടിവിറ്റീസ്, അതിൻ്റെ ഉത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം പറയുന്നു. നമുക്ക് നോക്കാം. ഗിഡ്കി എന്തായിരുന്നു? വിൻഡോ ആണ് അല്ലേ, ജനലുകൾ എന്നാണ് പറയുക. അപ്പം നമ്മളിതിൽ ഒരു ട്രെയിൻ യാത്രയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ട്രെയിൻ യാത്രയിൽ പോകുന്നൊരു ഫാമിലി. അപ്പോൾ അവിടേക്ക് ഒരു കച്ചവടക്കാരി വരുന്നു. അവരുടെ കാശ്മീരിൽ നിന്നുള്ള ഷോളുകൾ വിൽക്കാൻ വേണ്ടി വരികയാണ്. ഷോളുകൾ വളരെ ബാർഗെയിനൊക്കെ ചെയ്തിട്ട് വിൽക്കപ്പെടുന്നു. ഇതിനെക്കുറിച്ചിട്ടായിരുന്നു ആ കഥ അല്ലേ. അപ്പോൾ അതിനെ തുടർന്നിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഇന്നുള്ളത്. നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. നിങ്ങൾക്ക് നമ്മൾ എടുത്ത ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കൂ. ഞങ്ങൾ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. ഗതിവിധിയാം കഹാനി പഠേ ഓർ റിക്ത് സ്ഥാൻ കി പൂർത്തി കരേ. അതായത് കഥ വായിക്കൂ, ശേഷം ഇതൊന്ന് പൂർത്തീകരിക്കൂ. ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് കേട്ടോ. ലഘു കഥയാണ്. എവിടെയാണ് നടക്കുന്നത്? ഘടന, പാത്ര, സ്ഥാനാണ്. ഘടന, സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? ദില്ലി സെ യാത്രാക്ക ആരംഭം, അതായത് ഡൽഹിയിൽ നിന്ന് യാത്ര തുടങ്ങുന്നു. ഷോൾ കെ ലിയെ തോൾമോൾ, ഷോളിന് വേണ്ടിയിട്ട് ബാർഗൈനിങ് നടക്കണം അല്ലേ. അടുത്തത് കഥാപാത്രങ്ങൾ. പാത്ര, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നാണ്. പതി, പത്നി, ബേട്ട ഓർ ബേട്ടി, അതായത് ഭാര്യ, ഭർത്താവ്, മകനും മകളും. പിന്നെ ഒരു യുവതിയും പത്നിയും കൂടിയിട്ടുള്ള ഒരു ഇതും വരുന്നുണ്ടെങ്കിൽ യുവതി ഓർ പത്നി. ആ പത്നി തന്നെയാണ് ഇത് കേട്ടോ. കച്ചവടക്കാരിയാണ് ഇവിടെ യുവതി എന്ന് പറയുന്നത്. അടുത്തത് സ്ഥാൻ, എവിടെയാണ് കഥ നടക്കുന്നത്? റെയിൽ ഗാഡിക്ക ഡിബ്ബ, അതായത് നമ്മുടെ ട്രെയിൻ കമ്പാർട്ട്മെന്റിലാണ് നടക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് നമുനയ്ക്ക് അനുസാർ വാക്യോം കോ ബദൽക്കർ ലിഖേ എന്നാണ്. ഈ പറയുന്ന എക്സാമ്പിൾസ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതണം. എക്സാമ്പിൾസ് നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കിയിട്ടും അതുപോലെ ചേഞ്ച് ചെയ്തിട്ടും എഴുതണം. ആദ്യം നോക്കൂ. ഷാദി കാ ബുലാവ ആയ. അടുത്ത ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഷാദി കാ ബുലാവ ആയാത്ത, പാസ്റ്റ് അല്ലേ, ഭൂതകാലം. പത്നി ബാത്തോ മേ മഷ്ഗൂൾ ഹോ ഗയി. പത്നി ബാത്തോ മേ മഷ്ഗൂൾ ഹോ ഗയി തീ. അത് നോക്കൂ, ഈ ബോക്സിൽ തന്നിട്ടില്ല. ഇപ്പുറത്തെ ബോക്സിൽ ലടുക്ക ബെഞ്ച് പർ ബൈട്ടാത്ത എന്നാണ്. അപ്പം ഇവിടെ എന്താ വരിക? ഈ താ വേണ്ട. താ, തീ ഒക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. പാസ്റ്റിലാണ്. അപ്പം നമ്മളിത് പ്രസന്റിൽ എഴുതുമ്പോൾ ലടുക്ക ബെഞ്ച് പർ ബൈട്ട, പ്രസന്റ് ടെൻസിൽ എഴുതുമ്പോൾ കേട്ടോ. അടുത്തത് മീനു ബാസാർ കി ഓർ ഷലീത്തി. അപ്പോൾ ഇപ്പുറത്ത് എഴുതുമ്പോൾ മീനു ബാസാർ കി ഓർ ഷലീന്ന് മതി. നെക്സ്റ്റ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കണം. യുവതി ഷോൾ ബേഷ്നെ ആയി, അതായത് ആ യുവതി എന്ത് ചെയ്തു? ഷോൾ വിൽക്കാൻ വന്നു. അപ്പോൾ അത് പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യമായിട്ട് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ഈ തീ ചേർത്തണം. യുവതി ഷോൾ ബേഷ്നെ ആയി തീ. അടുത്തത് നോക്കൂ. മേനെ പത്നി കോ ഇഷാര കിയാ. മേനെ പത്നി കോ ഇഷാര കിയാത്ത. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് മാറ്റി എഴുതേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊള്ളുക. അടുത്തത് നോക്കൂ. റെയിൽഗാഡി കാ അനുഭവ് നെ പതി കോ അപ്നെ പിതാ കി യാദ് ദിലായി. ഉസ്കി ഡയറിയിലേക്ക്. അപ്പോൾ നമ്മൾ ആ റെയിൽഗാഡിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കഥയിൽ പറഞ്ഞ ഭർത്താവ് പതിക്ക് എന്ത് ഓർമ്മ വന്നു? അയാളുടെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ വന്നു. അപ്പോൾ അയാളുടെ അന്നത്തെ ദിവസത്തെ ഡയറി എഴുതാനാണ് പറയുന്നത്. നമുക്ക് ഡയറി നോക്കാം. ഇപ്പോൾ ഡയറി എഴുതുമ്പോൾ നിങ്ങളൊരു ഡേറ്റ് കൊടുക്കുക, ഡേ കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. ഞാനിവിടെ സോമവാറിന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് വാർ വേണമെങ്കിലും കൊടുക്കാം. മംഗൾവാർ, ശുക്രവാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ഡേ വേണമെങ്കിലും കൊടുക്കുക. സോമവാർ കൊടുത്തു ഞാനിവിടെ. താരിഖ് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ്. शादी में भाग लेने था होशियारपुर में
പരിവാർ കെ സാത്ത് നിക്കല. ഹോഷിയാർപൂരിൽ ഒരു കല്യാണത്തിൽ പങ്കെടുക്കേണ്ടിയിരിക്കുന്നു, കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഇറങ്ങി. ഇസ് ബാർ കാ സഫർ ജനറൽ കോച്ച് മേ തേ. ഇത്തവണത്തെ യാത്ര ജനറൽ കോച്ചിലാണ്. एक युवती ഷോൾ ബേച്ചനെ ആയി. രംഗ് ബിരംഗി ഷോളോം കാ ഭാരി കട്ടർ താ. ഒരു യുവതി ഷോൾ വിൽപ്പനയ്ക്കായി എത്തി. വളരെ കളർഫുൾ ആയിട്ടുള്ള ഷോളുകളും അതിൻ്റെ ഒരു ഭാണ്ഡക്കെട്ടും കയ്യിലുണ്ട്. उसने पत्नी से बातें की, प्रत्येक शॉल के लिए 2800 रुपये मांगे. ആ കച്ചവടക്കാരി ഭാര്യയോട് സംസാരിച്ചു, പ്രത്യേകമായി ഈ ഷോളിന് 250 രൂപയും പറഞ്ഞു. ദോനോ തോൾമോൾ കർണേ ലഗി. രണ്ടുപേരും വാഗ്വാദങ്ങൾ നടത്തി, ബാർഗൈനിങ് ചെയ്തു, വിലപേശൽ. ഓക്കെ, അത് അന്തമേ 150 റുപ്പിയെ പെർ തൈ ഹുയി. അവസാനം 150 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. പത്നിനെ 5 പീസ് ലേലി. ഭാര്യ 5 പീസ് ഷോള് വാങ്ങിച്ചു. മുജുസെ 750 റുപ്പിയെ ലേക്കർ യുവതി ചലി ഗയി. ഇയാള് 750 രൂപ കച്ചവടക്കാരിക്ക് കൊടുത്തു. അതുമായി കച്ചവടക്കാരി നടന്നുപോയി. തോൽമോൽ കെ ബീച്ച് പത്നിനെ കഹ. ഈ വാഗ്വാദങ്ങൾക്കും ബാർഗൈനിങ്ങിനും ഒടുവിൽ ഭാര്യ പറഞ്ഞു, എക് പീസ് കെ ലിയെ 100 റുപ്പിയെ. ഇടയിൽ അവർ പറയുണ്ടായി, ഒരു പീസ് 100 രൂപയ്ക്ക് തരുമോ എന്ന് പറഞ്ഞു. സൗ तो बहुत कम है दीदी, ये कहते हुए उसकी आंखें भर गई थी. അപ്പോൾ അയ്യോ 100 രൂപ വളരെ കുറവാണ് ചേച്ചി. ഇത് പറയുമ്പോൾ ആ കച്ചവടക്കാരിയായ യുവതിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേക്കർ മുജെ പിതാജിക്ക് യാദാഗയി. ഇത് കണ്ടപ്പോൾ എനിക്ക് അച്ഛൻ്റെ ഓർമ്മ വന്നു. വേ ബി റെയിൽഗാഡിയുമേ സാമാൻ ബേസ്തേത്തെ. അച്ഛനും എന്തായിരുന്നു, റെയിൽഗാഡിയിൽ ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളായിരുന്നു. അതാണ് നമ്മുടെ ഈ കഥാകാരൻ ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. जब वे थके हारे घर आते तो उनकी आंखों में भी वही नमी थी जो उस युवती की आंखों में थी. അപ്പോൾ വൈകുന്നേരം കച്ചവടമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന അച്ഛൻ്റെ കണ്ണുകളിലും ഞാൻ ഇതേ നനവ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ, കച്ചവടക്കാരി, ആ സ്ത്രീയുടെ കണ്ണുകൾ നനഞ്ഞു, ആ അതേ നനവ് അച്ഛൻ്റെ കണ്ണുകളിലും ഞാൻ കണ്ടിരുന്നു എന്നാണ് നമ്മുടെ ലേഖകൻ ഇവിടെ പറയുന്നത്. കഹാനി കി ഗിഡ്കി അനേക് ആശയോം കാ സൂചക് ഹെ സംജായേ. ഈ കഥയിൽ പറയുന്ന ജനൽ അല്ലെങ്കിൽ ആ പറയുന്ന വിൻഡോ ഒരുപാട് കാര്യങ്ങളുടെ സൂചനയാണ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗർ ഹോ യാ വാഹൻ ഗിഡ്കി കാ മഹത്വ ഹെ. വീടായാലും വണ്ടി വാഹനങ്ങളായാലും ജനൽ ഉണ്ടാവും അതിൽ, അല്ലേ? ബാഹർ കെ ഖൂബ്സൂരത് നസാരെ ദേക്കർ യാത്ര കർണ ആനന്ദദായക് ഹെ. പുറത്തുള്ള കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുന്നത് വളരെ ആനന്ദകരമായിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഞ്ജു ഗർബന്ദാനെ അപ്നി ലഘുകഥ കാ നാം ഗിഡ്കി ദിയാ ഹെ. അപ്പൊ അഞ്ജു ഗർബന്ദ അവരുടെ ലഘുകഥയുടെ പേര് ഗിഡ്കി എന്നാണ് കൊടുത്തിരിക്കുന്നത്. കഹാനി കാ മുഖ്യ പാത്ര ജബ് റെയിൽഗാഡി കി ഗിഡ്കി സെ ദൂർ ദേഖ് രഹാ താ തോ ഉസെ അതീത് കി യാദ് ആയി. അപ്പൊ ഈ കഹാനി, കഥയിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള ആ ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞല്ലോ, ആ ഹസ്ബൻഡാണ് ഇതിലെ മെയിൻ കഥാകാരൻ. അയാൾ തന്നെയാണ് ഇതിലെ ലേഖകൻ കേട്ടോ. അപ്പം അയാൾ ആ ഒരു ജനലിലൂടെ, ജനലോരത്തെ സീറ്റിലിരുന്നു കൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അയാൾക്ക് കഴിഞ്ഞു പോയ അയാളുടെ പാസ്റ്റിൽ നടന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നു. യഹി വിചാർ കഹാനി കാ ചർമോൽകർഷ് ഹേ. അപ്പം ഇതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു സീൻ ഇതാണ് കേട്ടോ. നെക്സ്റ്റ്, കഹാനി കെ ലിയ ഓർ ഏക് ശീർഷക് സുജായി ഉസ്കാ ഔചിത്യ ബി ബതായെ. അപ്പോൾ കഹാനിക്ക് നല്ല ഒരു എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, ഹെഡിങ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു ഹെഡിങ് ആണ്. ഷോൾ കെ തോൾമോളിന് വേണ്ടി ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മളോട് പറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം. വ്യാപാർ മേ തോൾമോൾ കാ ബഡാ സ്ഥാൻ ഹെ. കച്ചവടത്തിൽ വിലപീശലിൽ വലിയ സ്ഥാനമുണ്ട്. യുവതി പ്രത്യേക് ഷോൾ കെ ലിയ 2800 മാങ്തി തി. യുവതി 250 രൂപ ചോദിച്ചു ഷോളിന്. തോൾമോൾ के बाद 150 में तय होता है. 150 രൂപ കേട്ടോ. അപ്പോൾ കച്ചവടം വിലപേശലിനൊടുവിൽ 150 കച്ചവടം ഉറപ്പിച്ചു. യദി പെഹലെ ഹി യുവതി 150 മാങ്തി തോ ഉസെ നഹി മിൽത്ത. പക്ഷെ ആദ്യം തന്നെ 150 ആണ് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ആ 150 കിട്ടിയിട്ടുണ്ടാവില്ല. ഉസി പ്രകാർ പത്നി യദി തോൾമോൽ ന കർത്തി തോ ഉസെ 150 മേ ഷോൾ നഹി മിൽത്ത. അതുപോലെ തന്നെ പത്നി ഈ ബാർഗൈനിങ് ചെയ്തില്ലായിരുന്നെങ്കിലും ഈ 150 രൂപയ്ക്ക് കിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ഷോൾ കെ തോൽമോൾ എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ ഔചിത്യമായിട്ട് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കാം, സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള തലക്കെട്ടുകൾ കൊടുക്കാൻ ശ്രമിക്കുക. അടുത്തത് നിങ്ങൾക്ക് അനുബന്ധ കാര്യം തന്നിരിക്കുന്നത് കഹാനിക ഓഡിയോ ടെക്സ്റ്റ് തയ്യാറാക്കാരെന്നാണ്. ഇത് നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല, ഓഡിയോ ടെക്സ്റ്റ് ആണ്. നിങ്ങൾ നമുക്ക് കേൾക്കാൻ പാകത്തിലുള്ള ഓഡിയോ ടെക്സ്റ്റുകൾ നിങ്ങളെ കൊണ്ട് സ്കൂളിൽ ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കും ക്ലാസ്സിൽ.
അപ്പോൾ ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചാപ്റ്റർ 1 ഗിടുക്കി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.